ക്വസ്റ്റ്യൻസ് നോക്കാം. 96 വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ബാക്കി നോക്കാം. സഹോദരൻ അയ്യപ്പൻ വിപ്ലവങ്ങളുടെ മാർഗദർശി എന്ന കൃതി രചിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ വിപ്ലവങ്ങളുടെ മാർഗദർശി എന്ന കൃതി രചിച്ചത് പൂയപ്പിള്ളി തങ്കപ്പൻ. ആരാണ്? പൂയപ്പിള്ളി തങ്കപ്പൻ. വക്കം മൗലവി അൽ ഇസ്ലാം എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? വക്കം മൗലവി അൽ ഇസ്ലാം എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് 1918 മന്നത്ത് പത്മനാഭൻ INCയിൽ അംഗമായത് ഏത് വർഷമാണ്? മന്നത്ത് പത്മനാഭൻ INCയിൽ അംഗമായത് 1947 മന്നത്ത് പത്മനാഭൻ INCയിൽ അംഗമായത്. ഈഴവ മഹാസഭ രൂപീകരിച്ചത് ഡോക്ടർ പൽപ്പു. ശിവരാജയോഗി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യാഗുരു. ഓർത്തിരിക്കുക, ശിവരാജയോഗി എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യാഗുരു. ശിവരാജയോഗി തൈക്കാട് അയ്യാഗുരു. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേരെന്ത്? വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേര് കുഞ്ഞിക്കണ്ണൻ എന്നാണ് വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേര്. അയ്യാഗുരു യോഗ അഭ്യസിച്ചത് ആരിൽ നിന്നാണ്? അയ്യാഗുരു യോഗ അഭ്യസിച്ചത് സച്ചിദാനന്ദ സ്വാമിയിൽ നിന്നാണ്. സച്ചിദാനന്ദ സ്വാമി. മരുത്വാമലയിൽ തപസ് ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? മരുത്വാമലയിൽ തപസ് ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1967. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അദ്ദേഹത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത കുയിൻ പുറത്തിറക്കിയ വർഷം പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഏത് വർഷമായിരുന്നു? 2006 നാണയങ്ങൾ പുറത്തിറക്കിയത്. 1967 സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ആത്മീയ വിപ്ലവകാരി ആരാണ്? വാഗ്ഭടാനന്ദൻ. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ യഥാർത്ഥ പേര് ശങ്കരൻ. പൊയ്കയിൽ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യമായി അംഗമായ വർഷം? പൊയ്കയിൽ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യമായി അംഗമായത് 1921. ആഗമാനന്ദ സ്വാമികൾ ആരംഭിച്ച സംസ്കൃത വിദ്യാലയമാണ് ബ്രഹ്മാനന്ദോദയം. ഓർത്തിരിക്കുക, ആഗമനാനന്ദ സ്വാമികൾ ആരംഭിച്ചതാണ് ബ്രഹ്മാനന്ദോദയം വിദ്യാലയം. സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1917 സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ചത്. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തോന്നയ്ക്കൽ. സ്മാരകം തോന്നയ്ക്കൽ. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ. കിടങ്ങൂരിൽ ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത പഞ്ചരം എന്നീ കൃതികൾ രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത പഞ്ചരം എന്നീ കൃതികൾ രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. 1924 അന്തരിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആരെല്ലാം? 1924 ചട്ടമ്പി സ്വാമികളും കുമാരനാശാനും അന്തരിച്ചു. നാരായണ ഗുരുകുലങ്ങളുടെ സ്ഥാപകനാണ് നടരാജഗുരു. നടരാജഗുരു ആരായിരുന്നു? ഡോക്ടർ പൽപ്പുവിൻ്റെ പുത്രനായിരുന്നു. ബോട്ട് യാത്രക്കിടയിൽ സവർണരാൽ വധിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ബോട്ട് യാത്രക്കിടയിൽ സവർണരാൽ വധിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മുതുകുളം പ്രസംഗം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. മുതുകുളം പ്രസംഗം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മന്നത്ത് പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓർത്തിരിക്കുക. കോഴഞ്ചേരി പ്രസംഗം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? C. കേശവൻ. മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭൻ, കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C. കേശവൻ. അബ്രാഹ്മണർക്കും വേദം അഭ്യസിക്കാൻ അവകാശമുണ്ടെന്ന് അവകാശപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. അബ്രാഹ്മണർക്കും വേദം അഭ്യസിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്.
മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ ആശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ ആശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. സ്തോത്രമന്ദാരം എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. സ്തോത്രമന്ദാരം ആരുടെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെയാണ്. ഘോഷ ബഹിഷ്കരണത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. ഘോഷ ബഹിഷ്കരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം 1925. പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം 1925. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതിയാണ് നവമഞ്ജരി. ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതിയാണ് നവമഞ്ജരി. അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതാരാണ്? അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. അദ്വൈത ദീപിക എന്ന കൃതി രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അദ്വൈത ദീപിക ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. തിരുവിതാംകൂർ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. തിരുവിതാംകൂർ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാരാണ്? കുമ്പളത്ത് ശങ്കുപിള്ള. കുമ്പളത്ത് ശങ്കുപിള്ളയാണ് തിരുവിതാംകൂർ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ. ഓർത്തിരിക്കുക, കിങ് മേക്കർ ആരാണ്? കിങ് കുമ്പളത്ത് ശങ്കുപിള്ള. കിങ് ആരാണ്? കുമ്പളത്ത് ശങ്കുപിള്ള. മുടിചൂടും പെരുമാൾ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. മുടിചൂടും പെരുമാൾ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വീണപ്പൂവ് പ്രസിദ്ധീകരിച്ച വർഷം 1907. വീണപ്പൂവ്, ആശാൻ്റെ വീണപ്പൂവ് പ്രസിദ്ധീകരിച്ചത് 1907. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്ന കൃതി രചിച്ചത് വീട്ടി ഭട്ടതിരിപ്പാട്. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും വീട്ടി ഭട്ടതിരിപ്പാട്. സഹോദരൻ എന്ന പത്രം പുറത്തിറക്കിയത് എവിടെ നിന്നാണ്? സഹോദരൻ എന്ന പത്രം പുറത്തിറക്കിയത് മട്ടാഞ്ചേരി. ധർമ്മ പോഷിണി സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വക്കം മൗലവി. ധർമ്മ പോഷിണി സഭ ആരുടെയായിരുന്നു? വക്കം മൗലവിയുടെ ആയിരുന്നു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഇരവിപേരൂർ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്നഭിപ്രായപ്പെട്ടതാരാണ്? സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട ആരാണ് പറഞ്ഞത്? സഹോദരൻ അയ്യപ്പൻ. കലിയുഗത്തിൽ നിന്ന് ധർമ്മയുഗത്തിലേക്കുള്ള മാറ്റത്തിന് ശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. കലിയുഗത്തിൽ നിന്ന് ധർമ്മയുഗത്തിലേക്കുള്ള മാറ്റത്തിന് ശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. കുര്യാക്കോസ് ഏലിയാസ് ചവറ മാന്നാനത്ത് സെൻറ്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത് 1846. ആദിഭാഷ എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. ആദിഭാഷ എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ടാഗോറിനെ കുറിച്ച് കുമാരനാശാൻ എഴുതിയ കവിതയാണ് ദിവ്യകോകിലം. അപ്പോൾ ദിവ്യകോകിലം കവിത ആരെക്കുറിച്ച് എഴുതിയതാണ്? ടാഗോറിനെ കുറിച്ച് കുമാരനാശാൻ എഴുതിയതാണ്. പണ്ഡിറ്റ് കറുപ്പൻ അരയ വംശോദ്ധാരിണി സഭ സ്ഥാപിച്ചത് ഏങ്ങണ്ടിയൂർ. അരയ വംശോദ്ധാരിണി ഏങ്ങണ്ടിയൂർ. മലബാർ എക്കണോമിക് യൂണിയൻ എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ഡോക്ടർ പി പൽപ്പു. ഡോക്ടർ പി പൽപ്പു. NSSൻ്റെ പ്രസിദ്ധീകരണം ഏത്? NSSൻ്റെ പ്രസിദ്ധീകരണമായിരുന്നു സർവീസ്. പൊതുവഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി നയിച്ച സമരമാണ് വില്ലുവണ്ടി സമരം. കുര്യാക്കോസ് ഏലിയാസ് ചവറ CMI സഭ സ്ഥാപിച്ചത്. CMI സഭ 1831. മന്നത്ത് പത്മനാഭൻ മുതുകുളം പ്രസംഗം നടത്തിയത് 1947. മുതുകുളം പ്രസംഗം 1947. കുമാരനാശാന് മഹാകവി പട്ടം നൽകി ആദരിച്ച യൂണിവേഴ്സിറ്റിയാണ് മദ്രാസ് യൂണിവേഴ്സിറ്റി. കുമാരനാശാന് മഹാകവി പട്ടം നൽകിയത് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ്. തൈക്കാട് അയ്യ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ ആരുടെ ശിഷ്യനായിരുന്നു? തൈക്കാട് അയ്യ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു.
താഴെ പറയുന്നവയിൽ പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതിയല്ലാത്തേത്? പഞ്ചവടി, ജാതിക്കുമ്മി, കാവ്യപേടകം എന്നിവ പണ്ഡിറ്റ് KP കറുപ്പൻ്റെ കൃതിയാണ്. ജാതി നിർണയം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്, ബ്രാഹ്മണ ശിവനെയല്ല എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ചട്ടമ്പി സ്വാമിയും സ്വാമി വിവേകാനന്ദനും തമ്മിൽ കണ്ടുമുട്ടിയത് എറണാകുളത്താണ്. ചട്ടമ്പി സ്വാമിയും സ്വാമി വിവേകാനന്ദനും കണ്ടുമുട്ടിയ സ്ഥലം എറണാകുളം. ദരിദ്ര സേവയാണ് ഈശ്വര സേവ എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആനന്ദതീർത്ഥൻ. ദരിദ്ര സേവയാണ് ഈശ്വര സേവ എന്ന് പറഞ്ഞത് ആനന്ദതീർത്ഥൻ. അയ്യത്താൻ ഗോപാലൻ രൂപീകരിച്ച സംഘടനയാണ് സുഗുണവർദ്ധിനി. ഓർത്തിരിക്കുക, അയ്യത്താൻ ഗോപാലൻ സുഗുണവർദ്ധിനി സഭ. സൗന്ദര്യലഹരി എന്ന കൃതി രചിച്ചത് കുമാരനാശാൻ. സൗന്ദര്യലഹരി കുമാരനാശാൻ. വിവേകോദയം മാസിക ആരംഭിച്ചത് 1904-ലാണ്. 1904-ലാണ് വിവേകോദയം മാസിക ആരംഭിച്ചത്. കുമാരനാശാൻ ദിവ്യഗോകുലം എന്ന കവിത രചിച്ചത് ടാഗോറിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ടാഗോറിന് വേണ്ടിയാണ് ദിവ്യഗോകുലം എന്ന കൃതി രചിച്ചത്. മൂക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മൂക്കുത്തി സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കുമാരനാശാൻ ഓട് വ്യവസായ ശാല ആരംഭിച്ചത് ആലുവയിലാണ്. കുമാരനാശാൻ ഓട് വ്യവസായ ശാല ആരംഭിച്ചത് എവിടെയാണ്? ആലുവയിലാണ്. 1959 മന്നത്ത് പത്മനാഭൻ നയിച്ച സമരമാണ് വിമോചന സമരം. വിമോചന സമരം വർഷം എന്നാണ് 1959. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആരാണ്? വക്കം മൗലവിയാണ്. ആലത്തൂർ സിദ്ധാശ്രമം രൂപീകരിച്ച വർഷമാണ് 1907. ആലത്തൂർ സിദ്ധാശ്രമം 1907-ലായിരുന്നു. ചട്ടമ്പി സ്വാമികൾ സമാധിയായത് 1924. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. 1924-ലാണ് ചട്ടമ്പി സ്വാമികളും കുമാരനാശാനും സമാധിയായത്. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് P.A. ബക്കർ. P.A. ബക്കറാണ് ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത്. ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം 1928. 1928-ലാണ് ശ്രീനാരായണ ഗുരുദേവൻ സമാധിയായത്. കുഞ്ഞൻ പിള്ള എന്ന പേരിൽ അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. കുഞ്ഞൻ പിള്ള, ചട്ടമ്പി സ്വാമികൾ. അഖിലത്തിരുട്ട് എന്ന കൃതി രചിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അഖിലത്തിരുട്ട്, വൈകുണ്ഠ സ്വാമികൾ. പുലയരാജ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. പുലയരാജ അയ്യങ്കാളി. വാസവദത്ത, ഉപഗുപ്തൻ എന്നീ കഥാപാത്രങ്ങൾ കുമാരനാശാൻ്റെ ഏത് കൃതിയിലാണുള്ളത്? വാസവദത്ത, ഉപഗുപ്തൻ. കരുണ എന്ന കൃതിയിലാണ് വാസവദത്ത, ഉപഗുപ്തൻ എന്നീ കഥാപാത്രങ്ങൾ ഉള്ളത്. പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. തൈക്കാട് അയ്യാ ഗുരുവിൻ്റെ തമിഴ് താളിയോല ഗ്രന്ഥം ആസ്പദമാക്കി ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് പ്രാചീന മലയാളം. ഓർത്തിരിക്കുക, തൈക്കാട് അയ്യാ ഗുരുവിൻ്റെ തമിഴ് താളിയോല ഗ്രന്ഥം ആസ്പദമാക്കി ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് പ്രാചീന മലയാളം. ജനങ്ങളെ ആത്മീയവൽക്കരിക്കുകയും വ്യവസായവൽക്കരിക്കുകയും ചെയ്യുക എന്ന് സ്വാമി വിവേകാനന്ദൻ ഉപദേശിച്ചത് ആരെയാണ്? ജനങ്ങളെ ആത്മീയവൽക്കരിക്കുകയും വ്യവസായവൽക്കരിക്കുകയും ചെയ്യുക എന്ന് സ്വാമി വിവേകാനന്ദൻ ഉപദേശിച്ചത് ഡോക്ടർ പൽപുവിനെയാണ്. ഡോക്ടർ പൽപു.